സെവൻത്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 6 റേഷ്യോ. ഇതിൽ ഫസ്റ്റ് എക്സസൈസ് പേജ് നമ്പർ 87 അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ടു വിഡ്ത്ത് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് റെക്റ്റാങ്കിൾസ് യൂസിങ് ദ സ്മോളസ്റ്റ് പോസിബിൾ നാച്ചുറൽ നമ്പേഴ്സ്. ചെറിയ എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ച് താഴെ പറയുന്ന ഓരോ ചതുരങ്ങളുടെയും ഉയരത്തിൻ്റെയും വീതിയുടെയും റേഷ്യോ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഷ്യോ 8:10. ഈ 8ഉം 10ഉം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ ആൻസർ 4:5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈറ്റ് 8 മീറ്റേഴ്സ്, വിഡ്ത്ത് 12 മീറ്റേഴ്സ്. അപ്പോൾ റേഷ്യോ എങ്ങനെ കാണും? 8:12. ഈ 8ഉം 12ഉം 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8നെ 4 അല്ലേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6. അപ്പോൾ 4:6. അതിനി വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ നോക്കണം. വീണ്ടും 2ൻ്റെ ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പോൾ 2:3 ആണ് ആൻസർ. ഇനി നമുക്കത് സ്മോളാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. തേർഡ് വൺ, ഹൈറ്റ് 20 സെൻറ്റിമീറ്റേഴ്സ്, വിഡ്ത്ത് 1 മീറ്റർ. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ, മീറ്റർ ഇങ്ങനെ രണ്ട് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കി എഴുതുക. അപ്പോൾ ആദ്യം എഴുതാം, റേഷ്യോ ഈക്വൽ 20:, വിഡ്ത്ത് എത്രയാണ്? 1 മീറ്ററാണ്. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 100 എന്ന് എഴുതുക. 20:100. ഇനി ഇത് നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 20യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2:100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. ഇനി വീണ്ടും അതിനെ ചെറുതാക്കാൻ പറ്റും. 2ൻ്റെ ടേബിൾ കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ 1:5 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈറ്റ് 40 സെൻറ്റിമീറ്റേഴ്സ്, വിഡ്ത്ത് 1 മീറ്റർ. അപ്പോൾ റേഷ്യോ എങ്ങനെയാണ്? നമ്മൾ രണ്ടും ഒരുപോലെ ആക്കണം. ഇത് 40 സെൻറ്റിമീറ്റർ ആണ്, മറ്റത് 1 മീറ്റർ. മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കുക. അപ്പോൾ 100 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഷ്യോ ഈക്വൽ 40:100. ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 40യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. 4:10. ഇനി വീണ്ടും ചെറുതാക്കാം. 2 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 10 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ 2:5. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈറ്റ് 1.5 സെൻറ്റിമീറ്റേഴ്സ്, വിഡ്ത്ത് 2 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ രണ്ടും സെൻറ്റിമീറ്റേഴ്സിൽ തന്നെയാണ് തന്നിട്ടുള്ളത്, പക്ഷേ പോയിൻ്റ് വരുന്നുണ്ട് അല്ലേ, 1.5. അപ്പോൾ പോയിൻ്റ് മാറ്റാൻ നമുക്ക് 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത 2 വിഡ്ത്തിനെയും നമ്മൾ എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ 2 ആണല്ലോ വിഡ്ത്ത്, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. അപ്പോൾ രണ്ടും ഒരുപോലെ ചെയ്യണം. ഡിവൈഡ് ചെയ്യണമെങ്കിൽ രണ്ടിനെയും, ഹൈറ്റിനെയും വിഡ്ത്തിനെയും ഡിവൈഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ രണ്ടിനെയും, ഹൈറ്റിനെയും വിഡ്ത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1.5നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം 2 കൊണ്ട്. അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടും? 1.5 × 2 3 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് 2 × 2 4. അപ്പോൾ 3:4 ആണ് റേഷ്യോ. In the table below, the height, width and their ratio of some rectangles are given, but only 2 of each. Can you calculate the third and complete the table? ചുവടെയുള്ള പട്ടികയിൽ ചില ചതുരങ്ങളുടെ ഉയരം, വീതി, അവയുടെ അംശബന്ധം എന്നിവയിൽ ഓരോന്നിലും 2 എണ്ണം മാത്രം നൽകിയിട്ടുണ്ട്. മൂന്നാമത്തേത് കണക്കാക്കി കണ്ടുപിടിക്കുക. അപ്പോൾ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ ഹൈറ്റ്, വിഡ്ത്ത്, റേഷ്യോ തന്നിട്ടുണ്ട്. ചിലതിൽ ഹൈറ്റും വിഡ്ത്തും തന്നിട്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ട്. ചിലതിൽ ഹൈറ്റും റേഷ്യോയും തന്നിട്ട് വിഡ്ത്ത് കാണാനാണ് ചോദിക്കുന്നത്. ചിലതിൽ വിഡ്ത്തും റേഷ്യോയും തന്നിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ആ ബോക്സിൽ ആദ്യം എന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ വിഡ്ത്ത്. റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു എഴുതി നോക്കി ചെയ്തിട്ട് ബോക്സിൽ ആൻസർ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? H:W, അതായത് ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത്. എങ്ങനെയാണ്? 6:8.
അപ്പോൾ 6ഉം 8ഉം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 2 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 2 കൊണ്ട് 8നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4. അപ്പോൾ 3:4. അതാണ് ആ ബോക്സിലെ ആദ്യത്തെ ആൻസർ. സെക്കൻഡ് വൺ, ഹൈറ്റ് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ, പിന്നെ റേഷ്യോ തന്നിട്ടുണ്ട് 3:4. അപ്പോൾ നമുക്ക് എഴുതാം H/W. അപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 3 വിഡ്ത്ത് തന്നിട്ടില്ല. താഴെ റേഷ്യോ നമുക്ക് എഴുതാം 3:4. അപ്പോൾ നോക്കൂ, ഹൈറ്റ് 3 ആണ്, റേഷ്യോയിലും അത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ വിഡ്ത്തും എങ്ങനെയായിരിക്കും? റേഷ്യോയിൽ 4 തന്നിട്ടുണ്ട്, അപ്പോൾ വിഡ്ത്ത് എത്രയായിരിക്കും? 4 തന്നെയായിരിക്കും. അപ്പോൾ 3:4 തന്നെ. അപ്പോൾ ആൻസർ എത്രയാണ്? വിഡ്ത്ത് 4. നെക്സ്റ്റ്, ഹൈറ്റ് 3/4 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ. റേഷ്യോ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാം H/W. അപ്പോൾ ഹൈറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 3/4. 3/4 ഫ്രാക്ഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷനെ മാറ്റണം. അപ്പോൾ ഫ്രാക്ഷനെ മാറ്റാൻ ഡിനോമിനേറ്ററിലുള്ള അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഹൈറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ വിഡ്ത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഹൈറ്റിനെ 3/4 × 4. അപ്പോൾ താഴെയുള്ള 4ഉം മുകളിലുള്ള 4ഉം വെട്ടിപ്പോകും. അപ്പോൾ ആൻസർ 3. അതുപോലെ വിഡ്ത്തിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1 × 4. അപ്പോൾ ആൻസർ 3:4. നെക്സ്റ്റ്, ഹൈറ്റ് തന്നിട്ടില്ല, വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ, റേഷ്യോ 3:4. അപ്പോൾ നോക്കൂ, വിഡ്ത്തിൻ്റെ റേഷ്യോ 4 ആണ്, വിഡ്ത്ത് 1 ആണ് അല്ലേ? അപ്പോൾ ആ 1 4 ആയത് എങ്ങനെയാണ്? 1 × 4 ആയിരിക്കും 4 അല്ലേ? അപ്പോൾ നമുക്ക് റേഷ്യോയിൽ നിന്നും വിഡ്ത്ത് കാണാൻ എന്ത് ചെയ്യണം? 4 ഡിവിഷൻ 4. അപ്പോൾ നമുക്ക് 4 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1. അതാണ് വിഡ്ത്ത്. അതുപോലെ ഈ 3 ആണ് ഹൈറ്റിൻ്റെ റേഷ്യോ. അപ്പോൾ 3യെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3/4 അതാണ് ഹൈറ്റ്. ഓക്കെ, അടുത്തത് ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് റേഷ്യോ എങ്ങനെ കാണാം? ഹൈറ്റ് ഈസ് വെയിറ്റ് അല്ലേ? അപ്പോൾ H/W. അപ്പോൾ 6:15 രണ്ടും 3യുടെ ടേബിൾ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2:5 ആണ് റേഷ്യോ. നെക്സ്റ്റ് നോക്കൂ, ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടില്ല, റേഷ്യോ തന്നിട്ടുണ്ട് 2:5. അപ്പോൾ ഹൈറ്റ് 2 ആണ്, റേഷ്യോയിലും 2 ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോയിൽ 5 ആണ് വിഡ്ത്ത് തന്നിട്ടുള്ളത്. അപ്പം വിഡ്ത്ത് എത്രയായിരിക്കും? 5 തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് തന്നിട്ടില്ല, റേഷ്യോ 2:5. അപ്പോൾ ഹൈറ്റ് 1 ആണ്, അതിൻ്റെ റേഷ്യോ 2 ആണ്. അപ്പോൾ 2ൽ നിന്നും നമുക്ക് ഹൈറ്റ് കാണാൻ തിരിച്ചെന്ത് ചെയ്യണം? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത് അല്ലേ? ഹൈറ്റ് 1 ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഹൈറ്റ് 1 തന്നിട്ടുണ്ട്, റേഷ്യോ ഉള്ളത് 2 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഹൈറ്റ് 1 × 2, 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് റേഷ്യോയിൽ 2 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് റേഷ്യോ നമ്മൾ ഹൈറ്റ് ആക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2/2. അപ്പോൾ 1 എന്നാണ് ഹൈറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ വിഡ്ത്തായ 5നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5/2 ആണ് ആൻസർ വിഡ്ത്ത്. ലാസ്റ്റ് വൺ, ഹൈറ്റ് തന്നിട്ടില്ല, വിഡ്ത്ത് 1 സെൻറ്റിമീറ്റർ, റേഷ്യോ 2:5. ഇവിടെ നോക്കൂ, വിഡ്ത്ത് 1 ആണ്, അത് റേഷ്യോയിൽ 5 ആയി. അതിൻ്റെ അർത്ഥം 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് റേഷ്യോയിൽ 5 വന്നത്. ഇനി റേഷ്യോ തിരിച്ച് നമുക്ക് വിഡ്ത്താക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 5/5. അപ്പോൾ 1 എന്ന് കിട്ടും അല്ലേ വിഡ്ത്ത്? അതുപോലെ തന്നെ ഈ ഹൈറ്റിൻ്റെ റേഷ്യോ 2നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2/5 അതാണ് ആൻസർ.